ഓം നമോ വിരാട് വിശ്വബ്രഹ്മണേ നമ. പ്രിയമുള്ളവരെ, വിശ്വകർമ്മ സനാതന ചിന്തയിൽ പ്രവർത്തിക്കുന്ന വിശ്വബ്രഹ്മ സമൂഹ മഠത്തിൻ്റെ ശിബിരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് ഇത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം അളവ് സമ്പ്രദായങ്ങൾ വാസ്തുശാസ്ത്ര സനാതനധർമ്മത്തിൽ എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത് എന്നുള്ളത്, എന്താണ് അതിൻ്റെ ഏകകം എന്നുള്ളതാണ്. നമുക്കറിയാം, വാസ്തുശാസ്ത്ര സനാതന ധർമ്മത്തിൽ BC 6000 മുതൽ മയ ആചാര്യൻ തുടങ്ങി വെച്ചിരിക്കുന്ന ഈ ഒരു സനാതന ധർമ്മത്തിൽ അളവ് സമ്പ്രദായം നമ്മുടെ ബ്രഹ്മാണ്ഡ ശക്തി സ്രോതസ്സായിട്ടുള്ള സൂര്യനിൽ നിന്നും തുടങ്ങി ഭൂമിയുടെ ഭൂഗുരുത്വാകർഷണവും ചാക്രിക ഘടനയുടെ അടിസ്ഥാനത്തിലുമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ ഞാൻ ഈ ഒരു കാര്യം പറയുമ്പോൾ എന്നെ അതിൽ നിന്നും അല്ലെങ്കിൽ അത് തെറ്റാണ് എന്ന് ചിന്തിക്കുന്ന വിശ്വകർമാക്കൾ ഉണ്ടാവാം. നമുക്കറിയാം, ഇന്ന് ഭൂമധ്യരേഖയിലുള്ള ഒരു സാധനത്തിൻ്റെ ഭാരമല്ല നമ്മുടെ ഭൂധ്രുവങ്ങളിൽ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതിന് അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളും കടന്നു പോകുമ്പം അതിൻ്റെ ഓരോ കാര്യത്തിനും അതിൻ്റേതായിട്ടുള്ള വ്യതിയാനങ്ങളുണ്ട്. നമ്മളിപ്പോഴും എടുത്തിരിക്കുന്ന ഒരു ഏവറേജാണ് എടുത്തിരിക്കുന്നത്. എന്നാൽ നമ്മുടെ സനാതനധർമ്മത്തിൽ ഏവറേജ് എന്ന് പറയുന്നൊരു കാര്യമില്ല. ഓരോ സ്ഥലത്തും ഓരോ സമ്പ്രദായങ്ങളനുസരിച്ച് അല്ലെങ്കിൽ അവിടെ സ്യൂട്ടബിളായിരിക്കുന്ന, അവിടെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രമാണങ്ങളും പരിമാണങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വീഡിയോ മുഴുവൻ കേൾക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നോട്ടിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് കൃത്യമായി എത്തിച്ചേരുക, നിങ്ങളത് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം, ഒരു വസ്തുവിൻ്റെ അളവ് സമ്പ്രദായത്തിൻ്റെ ഏകകം എന്ന് പറയുന്നത് നീളം, വീതി, അതേപോലെ തന്നെ ഉയരം അല്ലെങ്കിൽ കനം, അല്ലെങ്കിൽ അതേപോലെ തന്നെ ആഴം, അതായത് എത്ര ആഴത്തിലേക്കുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കേണ്ടത് വാസ്തുശാസ്ത്ര സനാതനധർമ്മത്തിൽ അളവ് സമ്പ്രദായങ്ങൾ എന്തിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മുടെ പൂർവിക ഋഷീശ്വരന്മാർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ പൂർവികപരമായിട്ടുള്ള ഋഷീശ്വരന്മാർ ആ ഒരു കാര്യത്തെ കൃത്യമായിട്ട് നമുക്ക് വേണ്ടി കൃത്യമായിട്ട് അത് മനസ്സിലാക്കി തന്നിരുന്നു എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ ആധുനികവൽക്കരണം കൊണ്ടോ അല്ലെങ്കിൽ വൈദേശിക സംസ്കാരത്തിൻ്റെ അതീവ പ്രാധാന്യം കൊണ്ടോ ഇന്ന് നമ്മൾ ഒരു ഏകകത്തിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും നമുക്കുണ്ട്. കാരണം ഞാൻ ഒരൊറ്റ കാര്യം പറയാം, നമുക്ക് ഇന്ന് ഒരു ശരീരം, ഒരു ആത്മാവ് നിൽക്കുന്ന ഒരു മനുഷ്യ ശരീരം പോലെയല്ല മറ്റൊരു മനുഷ്യ ശരീരം എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അല്ലെങ്കിൽ ഭൗതികപരമായിട്ട് തെളിയിക്കാൻ പറ്റിയ ഒരു കാര്യമാണ്. പക്ഷേ ഇന്ന് നമ്മൾ ജീവ രോഗങ്ങളായിരിക്കുന്ന നമ്മുടെ പ്രഷർ, ഷുഗർ, അതുപോലെ തന്നെ കൊളസ്ട്രോൾ തുടങ്ങിയിട്ടുള്ള രോഗങ്ങൾ ഒരു ഏകകമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് എല്ലാവർക്കും സ്യൂട്ടബിൾ ആയിരിക്കണമെന്നില്ല. അപ്പം ഓരോ മനുഷ്യ ശരീരത്തിനെയും കൃത്യമായി പഠിച്ചുകൊണ്ട് ചെയ്യണം എന്നുള്ള ഒരു ചിന്താഗതി പഴയ കാലഘട്ടത്തിൽ സനാതനധർമ്മത്തിൽ ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അല്ലെങ്കിൽ വാസ്തുശാസ്ത്ര സനാതനധർമ്മത്തിൽ നിന്ന് ആയുർവേദ തത്വങ്ങൾ ഉണ്ടാകുകയും ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകാൻ വേണ്ടി കാര്യങ്ങളും ചെയ്തത്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ അളവ് സമ്പ്രദായം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത്. അപ്പോൾ ഇവിടെ നീളം എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ അതിനെ കാറ്റഗറൈസ് ചെയ്തു. വീതി എന്ന് പറയുന്ന മറ്റൊരു രീതിയിൽ കാറ്റഗറി. നീളവും വീതിയെയും നമ്മൾ പറയുന്ന പേരാണ് നീളവും ഇൻറ്റു വീതി. അതായത് നീളം, വീതി എന്ന് പറയുന്ന സാധനത്തിന് പറയുന്ന പേരാണ് പ്രമാണം എന്ന് പറയുന്നത്. അപ്പം പ്രമാണം എന്ന് പറയുന്നത് നീളം ഇൻറ്റു വീതി. നീളം എന്ന് പറയുന്നത് മാനവും വീതി എന്ന് പറയുന്നത് ഉന്മാനവുമാണ്. നീളം എന്നുള്ളത് മാനവും വീതി എന്ന് പറയുന്നത് ഉന്മാനവുമാണ്. നീളം, മാനം, വീതി, ഉന്മാനം
ഇത് രണ്ടും കൂടി ചേർന്നത് പ്രമാണം. അപ്പം നീളവും വീതിയും ഉണ്ടെങ്കിൽ നമുക്ക് എന്താ അവിടെ ഒരു 2 ഡയമെൻഷണൽ ചിത്രം നമുക്ക് ലഭിക്കും അല്ലേ. അപ്പോൾ അതിന് സ്യൂട്ടബിളായിട്ട് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് വാസ്തുശാസ്ത്ര പ്രകാരം അത് അളവ് ഏകകത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി അതിൻ്റെ കനത്തിന് നമ്മൾ എന്ത് പറയുന്നു, പരിമാണം എന്ന് പറയുന്നു അല്ലേ. പരിമാണം, അളവ്, പരിമാണം ഇതൊക്കെ അളവിൻ്റെ വിവിധ പര്യായങ്ങളാണ്. അപ്പം കനത്തിനെയാണ്, നീളം വീതി കനത്തിനെയാണ് നമ്മളെന്ത് പറയുന്നത്, പരിമാണം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നോക്കുക, നീളം, അതേപോലെ തന്നെ വീതി, അതേപോലെ തന്നെ ഉയരം, ഈ 3 കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഒരു സാധനത്തിൻ്റെ ആഴം, നമ്മൾ പറയും ഗാഢത ഒക്കെ അളക്കാൻ വേണ്ടി നമ്മൾ ഉപമാനങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. ഉപമാനങ്ങളാണ് ഗാഢത, അതിൻ്റെ ആഴം, അതിൻ്റെ എത്രത്തോളം അതിൻ്റെ ഗാഢതയുണ്ട്, അതിന് ഇത്ര ഗാഢതയുണ്ട്, അല്ലെങ്കിൽ ഇത്ര ആഴത്തിലത് പരന്നു കിടക്കുന്നു, ഇത്ര ആഴമാണ് ആ കിണറിനുള്ളത് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഇവിടെ ഉപമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളെന്ത് ആ അളവുകളൊക്കെ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഒരളവാണ് അല്ലേ. ഇപ്പം പഴയ കാലഘട്ടത്തിൽ സനാതന ധർമ്മപ്രകാരം മാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നീളം അല്ലേ. ഉന്മാനം എന്ന് പറഞ്ഞാൽ എന്താണ്, വീതി. ഈ രണ്ടും കൂടി ചേർത്ത് പറയുന്നത് എന്താണ്, പ്രമാണം. ഉയരം എന്ന് പറയുന്നത് പരിണാമം അല്ലെങ്കിൽ കനം എന്ന് പറയുന്നത്, അതിൻ്റെ ഗാഢത, ആഴം എന്ന് പറയുന്നത് ഉപമാനം. ഇങ്ങനെ ഈ രീതിയിൽ നമ്മുടെ ശാസ്ത്രശാഖയിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ കാര്യവും ഭൂഗുരുത്വാകർഷണത്തിൻ്റെയും സ്രോതസ്സായിട്ടുള്ള സൂര്യൻ്റെയും അടിസ്ഥാനത്തിലും ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ആചാര്യന്മാർക്ക് സാധിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ സ്ഥാപിക്കുകയും കല്ലുകൾ ഉരുക്കി ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുകയും കല്ലുകൾ ഉരുക്കിക്കൊണ്ട് തന്നെ ദേവതാ പ്രതിഷ്ഠകൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിരുന്ന നമ്മുടെ പൂർവികന്മാർ നമുക്ക് അഭിമാനം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓം വിരാട് വിശ്വബ്രഹ്മണേ നമഃ.